ഈ ചരിത്രം മുഴുവൻ പെയിന്റ് അടിക്കലാണ്. ഒന്നെങ്കിൽ വെള്ളം അടിക്കും അല്ലെങ്കിൽ കറപ്പടിക്കും. അപ്പൊ ഈ ചരിത്രത്തെ കറപ്പടിക്കാനായിട്ട് ടിപ്പുവിന്റെ നെഗറ്റീവ്സ് മാത്രം എടുത്ത് ടിപ്പു മോശക്കാരനാണെന്ന് പറയുന്നത് പോലെ നമ്മുടെ ചരിത്രം, അദ്ദേഹത്തിന് വേദവ്യാസൻ പലരാണ്. അതെ, പക്ഷെ വേദവ്യാസൻ എന്ന് ഞാനിവിടെ ഉദ്ദേശിച്ച കൃഷ്ണദ്വൈപായൻ എന്നാണ്. മുക്കുവത്തിയായ ആ സ്ത്രീയുടെ മകന് എങ്ങനെ ഈ രീതിയിൽ സ്ഥാനം കിട്ടി? വാൽമീകി ഭിൽ സമുദായക്കാരനാണ്, എങ്ങനെ സ്ഥാനം കിട്ടി? കൃഷ്ണൻ ബ്രാഹ്മണനാണോ? രാമൻ ബ്രാഹ്മണനാണോ? ഇതൊന്നുമല്ല. അപ്പൊ ഈ രീതിയിൽ ഈ ഊറ്റം കൊള്ളുന്നതിന്റെ എല്ലാം പിന്നിൽ ബോധപൂർവമായിരിക്കില്ല കേട്ടോ, അബോധപൂർവമായി ഇദ്ദേഹം വായിക്കുന്ന പുസ്തകങ്ങളും അജണ്ടകളും ഒക്കെയാണ്. അതിനപ്പുറം ഒന്നുമില്ല. ഹിന്ദു സമൂഹത്തെ പരിഷ്കരിക്കാനുള്ള താല്പര്യം കൊണ്ടാണോ മുസ്തഫ തൻവീർ ഇത് പറയുന്നത്? അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണോ ഈ ലെഫ്റ്റ് ലിബറലായ ഫെമിനിസ്റ്റുകൾ പറയുന്നത്? ഒന്നുമല്ല. അങ്ങനെ ഏതെങ്കിലും ഞങ്ങളുടെ ഹിന്ദു സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികളെ അങ്ങനെ അവരുടെ ഈ വഴിതെറ്റിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. കാര്യം ഞങ്ങൾക്ക് മുസ്ലിം സമൂഹത്തിൽ അത്രയും കെട്ടുറപ്പുള്ള ഒരു സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല. പള്ളികളിലെ പോലെ ഓത്തുപള്ളികളോ ബൈബിൾ ക്ലാസ്സുകളോ ഒന്നുമില്ല. അതുകൊണ്ട് ഇവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് വീക്ക്നെസ് ഉണ്ടാകും. അതുകൊണ്ടാണ് ചുംബന സമരത്തിന് പോകുന്നവരിൽ 99% ഹിന്ദു സമൂഹത്തിൽ നിന്ന് പോകുന്നത്. കാര്യം ഇവരെ ഒരു പ്രത്യേക ചട്ടക്കൂടിൽ ഇതൊക്കെയാണ് ശരി, ഇതൊക്കെയാണ് തെറ്റെന്ന് പറഞ്ഞു നടത്താനുള്ള ഒരു സംവിധാനം തൽക്കാലമില്ല. ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്. ലോങ് ടേമിൽ നമ്മുടെ മുസ്ലിം സമൂഹത്തിന് വെള്ളിയാഴ്ച ഉച്ച എന്ന പോലെ, ക്രിസ്ത്യൻ സമൂഹത്തിന് ഞായറാഴ്ച രാവിലെ എന്നതുപോലെ, ഹിന്ദു സമൂഹത്തിന് ശനിയാഴ്ച വൈകിട്ട് ആത്മീയ പഠനത്തിന് ഗീതയൊക്കെ പഠിക്കാനോ അല്ലെങ്കിൽ ഗുരുദേവനെ പഠിക്കാനോ ചട്ടമ്പിസ്വാമിയെ പഠിക്കാനോ വിവേകാനന്ദനെ പഠിക്കാനോ ഒക്കെ ഒരു അവസരം ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനുണ്ട്. ഇനി വേണ്ട, ഏറ്റവും വലിയ ഹിന്ദു റിഫോമറായ ശ്രീനാരായണ ഗുരുദേവനെ എടുക്കുക. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ എന്താ? നമ്മുടെ ഇടയിൽ ജാതിയുടെ പ്രശ്നങ്ങളുണ്ട്, നമുക്കത് പരിഹരിച്ചൊരുമിച്ച് മുമ്പോട്ട് പോവാം. ശ്രീനാരായണ ഗുരുദേവൻ മറ്റവനെ അടിക്കണമെന്നോ ഒന്നുമല്ല പറഞ്ഞത്. ഇനി പോട്ടെ, അങ്ങനെ ബ്രാഹ്മണ വിരോധം ഈ ആംഗിൾ ഉള്ളത് ശരിക്കും ഈ അംബേദ്കർ പെരിയോർ ഗ്രൂപ്പ്സിനൊക്കെയാണ്. ഈ പെരിയോർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് എഴുതിയത്, പെരിയാർ രാമസ്വാമി എഴുതിയത് ബ്രിട്ടീഷുകാരോട് നിങ്ങൾ പോകരുത് എന്നുള്ളതാണ്. ഈ രണ്ട് അവിടൊക്കെയാണ് ഈ ഗാന്ധിജി എന്ന വ്യക്തിയെ നമ്മൾ കുറ്റം പറയാം. ഗാന്ധി ദൈവമൊന്നുമല്ല, ഈസിയായിട്ട് വിമർശിക്കാം. പക്ഷെ ഗാന്ധിജി ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നത്. നെഹ്റു എന്ന് പറഞ്ഞ വ്യക്തിക്ക് എങ്ങനെയാ പ്രധാനമന്ത്രിയാവാൻ പറ്റിയത്? അന്ന് 17 കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. 15 പട്ടേലിനൊപ്പമായിരുന്നു. ഒരെണ്ണം വേറെ കൃപലാനിയാണെന്ന് തോന്നുന്നു, ഒരെണ്ണം നെഹ്റു. 15 ഉള്ള സർദാർ വല്ലഭായ് പട്ടേൽ ഹിന്ദു വലതുപക്ഷത്തിന് ആധിപത്യം കിട്ടണ്ട, ഒരു ബാലൻസ് വേണമെന്ന് വിചാരിച്ച് ഗാന്ധിജി പറഞ്ഞു, പട്ടേലെ നീ നോമിനേഷൻ പിൻവലിക്ക്, ജവഹർലാൽ നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കാം. അല്ലെങ്കിൽ നെഹ്റുവിന് എവിടെയാണ് മാസ് പിന്തുണ ഉണ്ടായിരുന്നത്? ഏത് വകുപ്പിലാണ് നെഹ്റു ഇന്ത്യയിലെ ഏറ്റവും അറ്റത്തെ പോയിരുന്നത്? അങ്ങനെയല്ല, അന്നത്തെ ഹിന്ദു വലതുപക്ഷമായിരുന്നു സ്ട്രോങ് ആയി നിന്നിരുന്നത്. അതിലടക്കം അവിടുത്തെ ഹിന്ദു റൈറ്റ് വിങ് ഒരുപാട് അജിറ്റേറ്റ് ചെയ്തതാണ്. അപ്പൊ ആ ഗാന്ധിജിയെയൊക്കെ ചരിത്രത്തിന്റെ ഇനി അംബേദ്കറെ കൊണ്ടുവന്ന ആരാ? അംബേദ്കറിന് എന്ത് ബാക്കിംഗ് ഉണ്ടായിട്ട് അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടന എഴുതാൻ വരുന്നത്? അംബേദ്കറെ എന്ന് സഹായിച്ചത് മഹാത്മാഗാന്ധി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ബംഗാളിലെ മുസ്ലിം ലീഗ്, ഇവരൊക്കെ സപ്പോർട്ട് ചെയ്താണ് അംബേദ്കർ വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ശേഷമുള്ള ഇലക്ഷൻ അംബേദ്കർ തോക്കുകയാണ്. ഭാരതത്തിന്റെ ഭരണഘടന എഴുതിയ വ്യക്തി ആ ഭരണഘടന പ്രകാരം നടക്കുന്ന ഇലക്ഷന്റെ അടുത്ത തവണ തോക്കുകയുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യ ഒരു ബാലൻസാണ്. അത് കേട്ടാൽ നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതാണ് സത്യം. എല്ലാ ജാതികളും ഇവിടെ ഉണ്ട്, എല്ലാ വർഗങ്ങളും ഉണ്ട്, എല്ലാ വർണ്ണങ്ങളും ഉണ്ട്, എല്ലാ ഭാഷകളും ഉണ്ട്. ഇവരെ എല്ലാം ഒരു താളത്തിൽ നിർത്തുകയാണ്. പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, പറഞ്ഞ് അടികൂടിക്കാൻ വളരെ എളുപ്പമാണ്, ഏതെങ്കിലും ഒരാളുടെ വിരോധം നിർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ നോക്കിയാൽ മതി, ഫുള്ള് ബ്രാഹ്മണ വിരോധം പറയുകയാണ്. ഞാനതിൽ കേട്ട് എനിക്ക് എന്താ പറയുക, ഒരു നീരസം തോന്നാത്തതിന്റെ കാര്യം, ഇതുപോലെ ഒരുപാട് ഹിന്ദു വലതുപക്ഷ വേദികളിൽ പോകുമ്പം ധാർമ്മികതയുടെ പേരിൽ ഇസ്ലാം മതത്തിനും അറേബ്യയിൽ നടക്കുന്ന, ഇവിടെ പോലുമില്ല, അറേബ്യയിൽ നടന്നു എന്ന് പറയുന്ന അതിക്രമങ്ങൾക്കെതിരെ പൊട്ടിത്തിറക്കുന്ന ഒരുപാട് ഹിന്ദു വലതുപക്ഷവാദികളെ ഞാൻ കാണാറുണ്ട്. അങ്ങനെ അറേബ്യയിൽ അവരെ ഇത്രയൊക്കെ അനീതി ചെയ്തില്ലേ നോക്കെ. ഇവൻ അറേബ്യയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ഈ നമ്മളെ ബന്ധിപ്പിക്കുന്ന ഭൗതികമായ എല്ലാത്തിനെയും അനലൈസ് ചെയ്യണം, പക്ഷെ അതിവൈകാരികതയൊന്നും വേണ്ട. ഇതിന്റെ മറ്റൊരു ഫോമാണ് ഈ അടുത്തിടയ്ക്ക് ഞാൻ ചെന്നപ്പോൾ, ഇപ്പൊ 4 വർഷമായി ചെന്നപ്പം, ഒരു വളരെ പ്രമുഖനായ ഹിന്ദു നേതാവ് വളരെ വിഷമിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അറിഞ്ഞില്ലേ നമ്മുടെ നേപ്പാളിൽ? ഞാൻ പറഞ്ഞു എന്ത്, ഇയാളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടാന്ന് വിചാരിച്ചാണ്. ഞാൻ പറഞ്ഞു നേപ്പാളിൽ എന്താ പറ്റിയേ? നേപ്പാളിലെ ഹിന്ദു രാജകുടുംബത്തിന് ആരോ കൊന്നു. ഞാൻ പത്രം പോലും ഒന്നും വായിച്ചിട്ടല്ല പോയത്. നേപ്പാളിലെ ഹിന്ദു രാജകുടുംബത്തെ കൊന്നു. അങ്ങനെ ഒരു ഹിന്ദു രാജ്യം എന്നുള്ളത് മാറിയെന്ന് പറഞ്ഞു പുള്ളി ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ആദ്യം ചിരിയാണ് വന്നത്. ഞാൻ നിങ്ങൾക്കെല്ലാം പോലെ എനിക്ക് നേപ്പാളിലെ അറിയാവുന്ന ഏക വ്യക്തി മറ്റേ കുട്ടിമാമയാണ്. യോധയിലെ മോഹൻലാലിന്റെ കൂടെയുള്ള ജഗതി വിളിക്കുന്ന കുട്ടിമാമയല്ലാതെ എനിക്ക് നേപ്പാളിലെ ആരെയും അറിയില്ല. ഞാൻ ഇതുവരെ ഇവിടെ പോയിട്ടേ ഇല്ല. ഈ ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ വിഷമിച്ചിരിക്കുന്നത് നേപ്പാളിന് പറ്റിയത് നമുക്ക് എന്ത് പറ്റുന്നു നോക്കേ, നമ്മുടെ ഹിന്ദുക്കൾക്ക് എന്ത് പറ്റുന്നു? ഞാൻ പറഞ്ഞു നേപ്പാളിൽ അങ്ങനെ പറ്റിയെന്നുള്ള സത്യമാണത്. നമ്മൾ ഹിന്ദുക്കളുടെ ഭാഗം എങ്ങനെയാവും?
അവിടെ ഇതേ ആർഗ്യുമെന്റ് ആണ് അവിടെയും. അങ്ങനെ രാജ്യാതിർത്തികളൊന്നും നോക്കണ്ട, നമ്മളെല്ലാം ഹിന്ദുക്കളാണ്. ലോകത്തിൽ എവിടെ ഹിന്ദുവിന് വിഷമം പറ്റിയാലും ട്രിനിഡാഡ്, എന്നിട്ട് അയാൾ പറഞ്ഞാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, പേര് പോലും പുള്ളിക്ക് ഉച്ചരിക്കാൻ പറ്റുന്നില്ല, അവിടുത്തെ ഹിന്ദുക്കൾക്ക് എന്തോ പ്രശ്നം പറ്റി. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഈ നാട്ടിൽ ചുറ്റും അടുത്ത് നിൽക്കുന്നവൻ എന്ത് പ്രശ്നമുണ്ടെന്ന് അറിയാതെ ഞാൻ ഈ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ ഹിന്ദു അമ്പലത്തിന് എന്തെങ്കിലും പറ്റിയെന്നോ നേപ്പാളിൽ ഹിന്ദു രാഷ്ട്രം അല്ല എന്നോ ഒന്ന് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിന്റെ എല്ലാം പിന്നിലെ ഇവിടെയാണ് നമ്മൾ ഒരു ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റി, ഒരു ബൗദ്ധികമായ സത്യസന്ധത വേണം. ഇനിയും ഒരു മിനിറ്റ് കൂടെ എടുത്ത് പോയിന്റ് ആയിട്ട് തന്നെ എടുത്താൽ, വൈകാരികപരമായി നമ്മൾ ഒന്നാകണമെന്ന് അപ്പീലല്ല, പോയിന്റ് ആയിട്ട് എടുത്താൽ കൃഷ്ണദ്വൈപായനനെ നമ്മൾ എവിടെ ചേർക്കും? വാൽമീകിയെ നമ്മൾ എവിടെ ചേർക്കും? ശങ്കരൻ ഭജിച്ചിരുന്ന ചണ്ടാളനെ എവിടെ ചേർക്കും? ശ്രീനാരായണ ഗുരുദേവൻ മുന്നോക്കക്കാരനായിരുന്നു, അദ്ദേഹത്തിന് ചെറിയ പ്രായത്തിൽ സംസ്കൃത വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ലേ? ശ്രീനാരായണ ഗുരുദേവനെ എവിടെ ചേർക്കും? ചട്ടമ്പിസ്വാമി ബ്രാഹ്മണനാണോ? പോട്ടെ, കഴിഞ്ഞ നൂറ്റാണ്ടിലെ നവോത്ഥാന നായകന്മാരെല്ലാം പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവരല്ലേ? ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പിസ്വാമി, തൈക്കാട് അയ്യാഗുരു, വൈകുണ്ഠസ്വാമി, നാടാർ സമുദായത്തിൽപ്പെടുന്ന വ്യക്തിയാണ് വൈകുണ്ഠസ്വാമി. ഇവർക്കൊന്നുമില്ലാത്ത ഇവരുടെ സമുദായങ്ങൾക്കുള്ള വേദന ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് നമ്മുടെ മനസ്സിൽ നമുക്ക് ഉണ്ടാവുന്നു പറഞ്ഞാൽ ഇനിയും വരുന്ന തലമുറകൾ വിശ്വസിക്കുമോ? അതൊന്നുമില്ല. ഇതിന്റെ ഒക്കെ അടിസ്ഥാനം അതിനൊരു പൊളിറ്റിക്കൽ അജണ്ട വെച്ച്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ അജണ്ട വെച്ച് നാളെ ഒരു മുസ്ലിം ദളിത് ഐക്യം, അതാണ് ഇതിന്റെയൊക്കെ ഒരു പിന്നിലുള്ള പരിവേഷം. അദ്ദേഹത്തിന് അത് കാണില്ല, പക്ഷെ ഇത് പ്രചരിപ്പിക്കുന്നവരുടെ ആംഗിൾ അതാണ്. ഹാജി മസ്താൻ, നമ്മുടെ ബോംബെയിലെ പഴയ അധോലോക നേതാവ്, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് തന്നെ അതാണ്, മുസ്ലിം ദളിത് മഹാസംഖ്യം. ഇന്നത്തെ നമ്മുടെ MIM അക്ബറുദ്ദീൻ ഒവൈസി അടക്കമുള്ളവർ ട്രൈ ചെയ്യുന്നതാണ്. അത് വേണ്ട, നമുക്കൊരു മധ്യ ഇടത് നിൽക്കുകയാണ്. ഞാൻ കോൺഗ്രസ്സാണല്ല കേട്ടോ, അത് വേറെ, എനിക്ക് കോൺഗ്രസ്സുകാരോട് വലിയ ബഹുമാനമാണ്. ഒരു മധ്യ ഇടത് നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസും വിശാല അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ്, മുഖ്യധാര കമ്മ്യൂണിസ്റ്റുകളും എടുക്കുന്നത് പോലെ നമ്മുടെ പിന്നോക്ക വിഭാഗത്തെ കൈപിടിച്ച് മുമ്പോട്ട് നടത്താൻ ഒരാശയം എടുക്കുന്നതാണ് നല്ലത്. ഇതേപോലെ ഹിന്ദു വിഭാഗങ്ങൾക്ക് അവരുടേതായ പ്രശ്നമുണ്ട്. ഒരു മുഖ്യധാരയെ നിൽക്കുന്ന രീതിയിൽ ഒരു ബാലൻസിലേക്ക് എടുത്ത് ഒരു തീവ്ര സ്വഭാവത്തിലേക്ക് പോകാതെ എടുക്കാനാണ് ഇനി ഏറ്റവും പ്രധാനം. റിഫോം വരണമെങ്കിൽ, ഹിന്ദു സമൂഹത്തിനുള്ളിൽ അങ്ങനെ ഒരു പരിവർത്തനം വരണമെങ്കിൽ അത് ഹിന്ദു സമൂഹത്തിനുള്ളിൽ നിന്ന് വരട്ടെ. മുസ്ലിം സമൂഹത്തിൽ ഒരു പരിവർത്തനം വരണമെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരട്ടെ. ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരു പരിവർത്തനം വരണമെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരട്ടെ. വെളിയിൽ നിന്ന് ഓരോ